मेरे प्यारे देशवासियों, आइए ये है हमारा नया संसद भवन, നമ്മുടെ പുതിയ പാർലമെന്റ്. നമ്മുടെ പുതിയ പാർലമെന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോയിൽ. എന്തുകൊണ്ടാണ് പുതിയ പാർലമെന്റ്? ചോദ്യം സ്വാഭാവികമാണ്. പഴയ പാർലമെന്റ് ഉള്ളപ്പോൾ പുതിയ പാർലമെന്റിന് ഇത്രയും അധികം തുക ചെലവഴിക്കണോ? ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിന് കൃത്യമായ ഉത്തരവും വിശദീകരണവുമുണ്ട്. പഴയ കെട്ടിടം ഏകദേശം 96 വർഷങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്ന് പ്രേക്ഷകർക്കറിയാം. കൃത്യമായി പറഞ്ഞാൽ 1927 ജനുവരി മാസം 18-ാം തീയതി അന്ന് ഇർവിൻ പ്രഭുവാണ് പഴയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പഴയ കെട്ടിടത്തിൻ്റെ 100 വർഷത്തെ ഏകദേശം 96 വർഷത്തിൻ്റെ പഴക്കം. മാത്രവുമല്ല, ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള രൂപരേഖകളൊന്നും തന്നെ ഇപ്പോൾ നമുക്കതിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ ലഭ്യവുമല്ല. പലപ്പോഴും സംയുക്ത സഭകൾ ഒത്തുചേരുന്ന സാഹചര്യത്തിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സീറ്റുകളുടെ പോരായ്മ അംഗങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിനും സുരക്ഷയ്ക്കും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി ജലവിതരണ രേഖകൾ മാറ്റിയിടുമ്പോൾ, AC പുനഃസ്ഥാപിക്കുമ്പോൾ, അഗ്നിസുരക്ഷാ സജ്ജീകരണങ്ങൾ സ്ഥാപിക്കുമ്പോൾ, CCTV സ്ഥാപിക്കുമ്പോഴൊക്കെ പലപ്പോഴും കെട്ടിടത്തിൻ്റെ മൊത്തത്തിലുള്ള സൗകര്യത്തെയും ഭംഗിയെയും അത് ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കെട്ടിടത്തെ നവീകരിക്കണമെങ്കിൽ പുതിയ ഒരു കെട്ടിടത്തിനെ തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു എന്ന് സാരം. അതിനേക്കാൾ ഏറ്റവും പ്രധാനം, ഡൽഹി അന്ന് സീസ്മിക് സോൺ 2-ൽ നിൽക്കുന്ന കാലത്താണ് പഴയ പാർലമെൻറ്റ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്ന് നിലവിൽ ഡൽഹി ഇപ്പോൾ സീസ്മിക് സോൺ 4-ലാണ് ഉള്ളത്. അതുകൊണ്ട് ഭൂകമ്പത്തിനെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ കരുത്തും നമുക്ക് ആവശ്യവുമാണ്. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ തൊഴിലിടങ്ങളുടെ ലഭ്യതക്കുറവ് പഴയ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി ഓർമ്മിക്കണം. അതുകൂടി പരിഹരിക്കാനാണ് പുതിയ പാർലമെൻറ്റ് എന്നൊരാശയം നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങളാലാണ് പഴയ പാർലമെൻറ്റിൽ നിന്ന് നമ്മളൊരു പുതിയ പാർലമെൻറ്റിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ അത് നമ്മൾ ഉഷാറാക്കി മാറ്റുകയും ചെയ്തു. ഈ കാഴ്ചകൾ തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ഈ പുതിയ പാർലമെൻറ്റിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ നമ്മൾ ഇത്ര വേഗം അത് നടത്തിയെടുക്കുമെന്ന് ആരും കരുതിയില്ല. ഓർമ്മിക്കണം, പഴയ പാർലമെൻറ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏകദേശം 6 വർഷത്തോളമാണ് ഏകദേശം 25,000-ഓളം തൊഴിലാളികൾ ശ്രമിച്ചത്. പക്ഷേ 2 വർഷം 5 മാസം 18 ദിവസം കൊണ്ട് ഈ പുതിയ പാർലമെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. നമുക്കിനി കാഴ്ചകൾ കണ്ടുവരാം. $64,500 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണവും വളരെ പ്രധാനപ്പെട്ടതാണ്. 23,04,095 തൊഴിലാളികൾ, അത്രയും ദിവസങ്ങളിലായി നമ്മൾ പൂർണ്ണമായും കണക്കിലെടുത്താൽ ഈ പുതിയ പാർലമെന്റ് നിർമ്മാണത്തിന്റെ അധ്വാനത്തിന് പിന്നിലുണ്ട്. ഏകദേശം 26,045 മെട്രിക് ടൺ സ്റ്റീലാണ് ഈ പാർലമെന്റ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സിമന്റ് ഉപയോഗിച്ചതാകട്ടെ 63,807 മെട്രിക് ടണ്ണും. 9,689 ക്യൂബിക് മീറ്റർ ഫ്ലൈ ആഷ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുതിയ പാർലമെന്റ് നിർമ്മാണത്തിന്. പഴയ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തായിട്ടാണ് ഈ പുതിയ പാർലമെന്റ് മന്ദിരവും സ്ഥിതി ചെയ്യുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ഉള്ള പുതിയ പാർലമെന്റ് നിർമ്മാണം നമ്മൾ ആരംഭിക്കുന്നത് 2 വർഷവും 5 മാസവും 18 ദിവസവും മുൻപാണ്. ഈ പാർലമെന്റിന്റെ നിർമ്മാണത്തിനും ചില പ്രത്യേകതകളുണ്ട്. പാരിസ്ഥിതിക സുസ്ഥിരതയിൽ ഊന്നിയുള്ള നിർമ്മാണം. പ്ലാറ്റിനം റേറ്റഡ് ഗ്രീൻ ബിൽഡിംഗ് ആണ് എനിക്ക് പിന്നിൽ കാണുന്ന നമ്മുടെ പുതിയ പാർലമെന്റ്. ശാരീരിക വൈകല്യം ബാധിച്ചവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസേബിൾ ഫ്രണ്ട്ലി കെട്ടിടങ്ങൾ, ആധുനിക ഇന്ത്യയുടെ വൈവിധ്യങ്ങൾക്കൊപ്പം സാംസ്കാരിക കലകളും കരവിരുതും കൂടിച്ചേരുന്ന ഒരു നിർമ്മിതി. മാത്രവുമല്ല, ഇതിന് ഉള്ളിലുള്ള ഭരണഘടനാ ഹാൾ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാൾ എന്ന് നമ്മൾ പഴയ പാർലമെന്റിൽ പറയുന്ന ഹാൾ, നേരിട്ടും പ്രതീകാത്മകമായും പൗരന്മാരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഭരണഘടനാ ഗാലറി കാണാനും പഠിക്കാനുമുള്ള അവസരമൊരുക്കുന്നു. പാർലമെന്റ് അംഗങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും ഇടപെടാനും സെൻട്രൽ ലോഞ്ച്. ആ സെൻട്രൽ ലോഞ്ചിന്റെ നടുമുറ്റത്തായി ദേശീയ വൃക്ഷമായ ആൽമരം. രാജ്യസഭയുടെ ഡിസൈൻ പശ്ചാത്തലം ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലെങ്കിൽ ലോക്സഭയുടെ ഡിസൈൻ പശ്ചാത്തലം ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃകയിൽ. നമുക്ക് ലോക്സഭയും രാജ്യസഭയും കൂടി കണ്ടുവരാം. Come on, follow me.
ലോകോങ്കി സഭ ലോക്സഭ മൈലിന്റെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന. സീലിംഗിലും കാർപ്പറ്റിലും അലങ്കാരത്തിലും മൈലിന്റെ ഡിസൈൻ. അടിസ്ഥാന നിറം പച്ച. പച്ച കാർപ്പറ്റ്, സീറ്റുകളിൽ പച്ച കുഷ്യൻ. പ്രേക്ഷകർക്ക് കാണാം. ആകെ സീറ്റ് 888 പഴയ ലോക്സഭയിലെ സീറ്റിന്റെ പരമാവധി എണ്ണം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു. 1971 സെൻസസ് പ്രകാരം 543 പേർ തിരഞ്ഞെടുക്കപ്പെട്ടും 2 പേർ നോമിനേറ്റ് ചെയ്യപ്പെട്ടും വരുന്നതടക്കം 545 പേർ. 3015 സ്ക്വയർ മീറ്ററാണ് ഈ പുതിയ ലോക്സഭയുടെ മൊത്തം വിസ്തൃതി. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം നമുക്കിവിടെ നടത്താം. 1272 വരെ സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് സംയുക്ത സമ്മേളനം നടത്തുമ്പോൾ സാധ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്സഭയുടെ മനോഹരമായ നിർമ്മിതിയിൽ അലങ്കാരമായി എനിക്ക് പിന്നിൽ സെക്രട്ടറി ജനറൽ, അതിനു പിന്നിൽ സ്പീക്കർ. സ്പീക്കറുടെ ഇരിപ്പിടത്തിനോടൊപ്പം സെങ്കോൽ, വിവാദമായ സെങ്കോൽ, വെള്ളിയിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ 5 അടി നീളവും 3 അടി വീതിയുമുള്ള സെങ്കോൽ. ഇത്രയും കാലം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്നു ഈ സെങ്കോൽ. സെങ്കോൽ എന്ന വാക്ക് ഉടലെടുക്കുന്നത് നീതി എന്നർത്ഥം വരുന്ന സെമ്മയി എന്ന തമിഴ് വാക്കിൽ നിന്നാണ്. സെങ്കോൽ കൈവശം വയ്ക്കുന്നയാൾ നീതിയുക്തവും നിഷ്പക്ഷവുമായ ഭരണം കാഴ്ചവെക്കണമെന്നാണ് വിശ്വാസം. നീതിയുടെ അടയാളമായി വിശ്വസിക്കുന്ന നന്ദി സെങ്കോലിൻ്റെ മുകളിലായി ആലേഖനം ചെയ്തിരിക്കുന്നു. അന്ന് സവർക്കറുടെ ജന്മദിനത്തിൽ സെങ്കോൽ സമർപ്പിക്കുന്ന വേളയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അടയാളം എന്ന വിമർശനവും ഉയർന്നിരുന്നു. തമിഴ്നാട്ടിലെ ജുവലറി ഉടമ ഭൂമി ടി ബംഗാരു ചെട്ടിയൻ സൺസാണ് ഈ ചെങ്കോൽ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത്. തിരുവാടുതുറൈ അധീനത്തിൽ നിന്നുള്ള സന്യാസിമാരാണ് അന്ന് ഈ ചെങ്കോലിനെ അകമ്പടി സേവിച്ചെത്തിയത്. ഇന്നിപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 70 മുതൽ 75 ലക്ഷം വരെയാണ്. 30ഓളം തമിഴ് സന്യാസികൾ ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരുവാടുതുറൈ അധീനത്തിൽ നിന്ന് ഈ ചെങ്കോൽ കൈമാറി. മനോഹരമായ കാർപ്പറ്റിന് മയിലിൻ്റെ നിറമാണ്, മയിൽപ്പീലിയുടെ ഭംഗിയാണ്. ഈ കാർപ്പറ്റും രാജ്യസഭയിലെ കാർപ്പറ്റും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായും നിറത്തിലാണ്. ലോക്സഭയുടെ കാർപ്പറ്റ് പച്ച നിറത്തിലും രാജ്യസഭയുടെ കാർപ്പറ്റ് ചുവന്ന നിറത്തിലുമാണ്. 2 സഭകളും തിരിച്ചറിയാൻ നമ്മൾ പഴയ കാലം മുതൽ തന്നെ സ്വീകരിച്ചിരുന്ന ഒരു നിറവ്യത്യാസം, അത്രയേ ഉള്ളൂ. പക്ഷേ രാജ്യസഭയുടെ ചേംബർ മയിലിൻ്റെ ആകൃതിയിലല്ല. രാജ്യസഭയുടെ ചേംബറിൻ്റെ നിർമ്മാണം താമരയുടെ ഭംഗിയിൽ നിന്നാണ്. താമര അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത രാജ്യസഭയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രാജ്യസഭ എന്നാൽ രാജ്യം കി സഭ, സംസ്ഥാനങ്ങളുടെ സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നർത്ഥം. താമര അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പന, സീലിംഗും പരവതാനിയും എല്ലാം ഈ ഡിസൈനിൽ തന്നെയാണ്. അടിസ്ഥാന നിറം ചുവപ്പ്. ചുവന്ന കാർപ്പറ്റ്, സീറ്റുകളിൽ ചുവന്ന കുഷ്യനിട്ടാണ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ പുതിയ പാർലമെന്റിലെ പരമാവധി സിറ്റിംഗ് കപ്പാസിറ്റി 384. പഴയ രാജ്യസഭയിലത് പരമാവധി 250 എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കണം. മൊത്തം രാജ്യസഭയുടെ വിസ്തീർണം 3220 സ്ക്വയർ മീറ്റർ. രാജ്യസഭ കടന്നാൽ ഇനി ഭരണഘടനാ ഹാളുണ്ട്, സെൻട്രൽ ലോഞ്ചുണ്ട്. കണ്ടുവരാം. സെൻട്രൽ ലോഞ്ച് നടുമുറ്റത്തോട് ചേർന്നാണ് സെൻട്രൽ ലോഞ്ച്. MP-മാർക്കും പ്രത്യേക അനുമതി ലഭിച്ചവർക്കും മാത്രം പ്രവേശനം. ഏറ്റവും പ്രധാനം, നടുമുറ്റത്ത് 3 കോണുകളിൽ നിന്നുമായി ഹാളിലേക്ക് പ്രവേശിക്കേണ്ട 3 പ്രധാനപ്പെട്ട വാതിലുകൾ. 3നും 3 പ്രധാനപ്പെട്ട തീമുകൾ. ഒന്ന് ജ്ഞാനം, ഒന്ന് കർമ്മം, മറ്റൊന്ന് ശക്തി. പഴയ പാർലമെന്റ് മന്ദിരവും പുതിയ പാർലമെന്റ് മന്ദിരവും തമ്മിൽ ചെലവിൽ എത്ര വ്യത്യാസമെന്ന് നോക്കൂ. പഴയ പാർലമെന്റ് മന്ദിരത്തിന് ചിലവായത് 83 ലക്ഷം രൂപയാണ്. 1927 എന്ന് ഓർമ്മിക്കണം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ചിലവായതാകട്ടെ 862 കോടി രൂപയാണ്. നിർമ്മാണ കാലമോ? പഴയ പാർലമെന്റ് നിർമ്മിക്കാൻ 1921 മുതൽ 27 വരെ 6 വർഷക്കാലമെടുത്തു. പുതിയ പാർലമെന്റിന്റെ നിർമ്മാണത്തിനെടുത്തതാകട്ടെ 3 വർഷത്തിൽ താഴെ. കൃത്യമായി പറഞ്ഞാൽ 2 വർഷവും 5 മാസവും 18 ദിവസവും എന്നർത്ഥം. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പി ബ്രിട്ടീഷുകാരാണ്. സർ എഡ്വിൻ ല്യൂട്ടിൻസും ഹെർബർട്ട് ബേക്കറുമാണ്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് ബിമൽ പട്ടേൽ. ലോക്സഭാ സീറ്റുകൾ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ 545 പേർക്കാണ് ഇരിക്കാൻ കഴിയുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 888 പേർക്ക് ലോക്സഭയിൽ തന്നെ ഇരിക്കാം.
ഇരു സഭകളും ഒരുമിച്ച് ചേരുന്നുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനത്തിൽ 1222 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ പരമാവധി 280 പേർക്കാണ് രാജ്യസഭയിൽ ഇരിക്കാൻ കഴിയുന്നതെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 384 പേർക്ക് ഇരിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഒട്ടേറെ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിനിമയം പുതിയ പാർലമെന്റിലുണ്ട്. ഒട്ടേറെ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും പുതിയ ബിൽഡിങ്ങിൽ ചേർത്തിട്ടുണ്ട്. ഇതിലെല്ലാറ്റിലും അപ്പുറം പുതിയ ബിൽഡിങ്ങിൽ, പുതിയ പാർലമെന്റിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്ന ബില്ലുകളിലൊന്ന് ചരിത്രത്തിൽ ഉറഞ്ഞുകിടന്നൊരു ബില്ലാണ്. ചരിത്രം പിറക്കുന്ന ബില്ല്, വനിതാ സംവരണ ബിൽ. അങ്ങനെ ഒരു ചരിത്രം കൂടി പുതിയ പാർലമെന്റ് കുറിക്കുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം. ബൈ.